മന്ത്രി ഒ ആർ കേളു നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, യഥാർത്ഥത്തിൽ വയനാടിൻ്റെ ചിത്രം ഇനി വ്യക്തമായിട്ടില്ല. മാത്രമല്ല ഈ ഒറ്റപ്പെട്ടു പോയ രണ്ട് പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർ ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. എന്താണ് താങ്കളുടെ നീക്കം? എന്താണ് താങ്കൾക്ക് ജനങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്? അതെ, ഞങ്ങളിപ്പോൾ ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് ഫ്ലൈറ്റ് കയറുകയാണ്. വണ്ടി കയറാൻ എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഞാനും റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയും അങ്ങോട്ട് വരികയാണ്. പിന്നെ ഇപ്പം എല്ലാ സഹായവും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എയർലിഫ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ സൈന്യത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. പരമാവധി പിന്നെ പ്രത്യേക ആരോഗ്യ സംവിധാനം, ഓർത്തോ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംവിധാനം നമ്മൾ അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ശ്രീ ഒ ആർ കേളു, അവിടെ നിന്നുള്ള ആളുകൾ ഇപ്പോഴും പല വീടുകളിലും ആളുകൾ ഒറ്റപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ദുസ്സഹം. മാത്രമല്ല പരിക്കേറ്റവരെ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം. സൈന്യത്തിൻ്റെ ഇടപെടൽ വേണമെന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആളുകൾ വിളിച്ചു പറയുന്ന ഒരു യഥാർത്ഥ ദുരന്ത ചിത്രമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നത്. പ്രധാനമന്ത്രി എല്ലാവിധമായ സഹായങ്ങളും മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ സൈന്യം ഇടപെടുകയാണ് ഏറ്റവും കരണീയമെന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു.